കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊമേഴ്സ് എന്ന് പറയുമ്പോൾ +2 കൊമേഴ്സ് ആവാം, ഓർ ബാച്ചിലർ ലെവലിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആവാം, ഓർ BBA പോലുള്ള കോഴ്സുകളാവാം. അതിനുള്ള എല്ലാ ഉത്തരങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു വീഡിയോ. സോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് ടേക്ക് എ പോസ് ആൻഡ് യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ് ചാനൽ റൈറ്റ് നൗ. By the way, I am Abhin. I am a study abroad coach. I help students with research-based study abroad value insight content. ഇനി നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 15 ടോപ്പ് കരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഇതിൽ പല കരിയേഴ്സും കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് മാത്രമല്ല ടെക് ഫീൽഡിൽ നിന്നുള്ളവർക്കും പോകാൻ പറ്റുന്നതാണ്. സോ നമുക്കത് 1 by 1 പോകാം. സോ ബി റെഡി വിത്ത് യുവർ പെൻ ആൻഡ് പേപ്പർ. ഇതൊരു ഇച്ചിരി ലെങ്തി വീഡിയോ ആവാൻ സാധ്യതയുണ്ട്, ബട്ട് ഡോണ്ട് ലൂസ് ഇൻ ബിറ്റ്വീൻ. ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ് ഈസ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇന്ത്യയിൽ ഏകദേശം 7 lakh to 10 lakh ആണ് ഒരു സാലറി പാക്കേജ് ആയിട്ട് ഒരു ഇനിഷ്യൽ ലെവലിൽ വരുന്നത്. എന്നാൽ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീസിൽ അപ് ടു ഒരു 30 lakh per annum തന്നെ സാലറി ആയിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ UAE, ഓസ്ട്രേലിയ, അങ്ങനെ എബ്രോഡ് കൺട്രീസിൽ ഒരു 70,000 euro തൊട്ട് തന്നെ യൂറോ ഓർ $70,000 തൊട്ട് തന്നെ ഇതിൻ്റെ സാലറി റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു അപ്പർ ലിമിറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി അത് മാത്രമല്ല, സ്വന്തമായിട്ടാണെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡ് തന്നെയാണിത്. എന്നാൽ ഒരു 8 to 10% സ്റ്റുഡൻസ് മാത്രമാണ് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്നത്. ബട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് എഫോർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ്സും പുറകെ വന്നോളും. കൊമേഴ്സ് ഫീൽഡിൽ തന്നെ പല ഡിഫറെൻറ്റ് ആംഗിൾസിൽ കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഇനിഷ്യലി ചെക്ക് ചെയ്യുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സെഗ്മെൻറ്റ്സിലുള്ള റോൾസിനെ കുറിച്ചാണ്. സ്റ്റാർട്ടപ്സ്, ഫിൻടെക്, ഗ്ലോബൽ കൺസൾട്ടിങ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും അധികം CAക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സെക്കൻഡ് ഇൻ ദ ലിസ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 12 to 25 lakh per annum ആണ് ഒരു ആവറേജ് സാലറീസ് ആയിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. എന്നാൽ ടോപ്പ് B സ്കൂൾസിൽ പഠിക്കുന്നവർക്ക് അപ് ടു ഒരു 50 lakh ആവറേജ് പാക്കേജും ഈ സെഗ്മെൻറ്റ്സിൽ കിട്ടുന്നുണ്ട്. ഇനി ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ പർട്ടിക്കുലർലി US, UK പോലുള്ള കൺട്രീസിൽ ഏകദേശം $1 lakh ഓർ £1 lakh per ആനമാണ് ആവറേജ് സാലറീസ് ആയിട്ട് വരുന്നത്. മുംബൈ, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ ഫീൽഡിലെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽസിൽ ഏറ്റവും അധികം കരിയർ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ സാലറിക്കും എല്ലാത്തിനും നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു ഫീൽഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. തേർഡ് ഇൻ ദ ലിസ്റ്റ് ഈസ് CMA, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഇന്ത്യയിൽ ഒരു ആവറേജ് സാലറീസ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് ഏകദേശം 6 to 10 lakh ആണ്. ഇനിയിപ്പം USA, കാനഡ പോലുള്ള കൺട്രീസിലാണെങ്കിൽ ഏകദേശം $90,000 മേളിലാണ് സാലറീസ് വരുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസിൽ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്ന പോസ്റ്റുകളിലൊന്നാണ് ഈ CMAs. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അസസ്മെൻറ്റും ഒക്കെയാണ് ഇവരുടെ വർക്കിംഗ് മേഖലയായിട്ട് വരുന്നത്. ഫോർത്ത് ഇൻ ദ ലിസ്റ്റ് ഈസ് ആക്ച്വറി. ഈ പേര് പലപ്പോഴും പുതിയതായിട്ടുള്ളൊരു ടേം ആയിരിക്കാം, ബട്ട് ഇത് ഗ്ലോബലി വളരെ പോപ്പുലറായിട്ടൊരു സെഗ്മെൻ്റാണ്. അതായത് ഈ ഇൻഷുറൻസ് കമ്പനീസ് മിക്കവാറും ക്ലെയിം കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. എത്രത്തോളം ആൾക്കാർക്കാണ് അസുഖം വരുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, എത്രത്തോളം ക്ലെയിം കൊടുക്കേണ്ടി വരും. സോ ഇതിനെപ്പറ്റിയൊക്കെയുള്ള അനാലിസിസും അതിൻ്റെ ബേസിലുള്ള അസസ്മെൻറ്റും ഒക്കെ നടത്തുന്ന ആ ഒരു സെഗ്മെൻ്റാണ് ഈ ആക്ച്വറി എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇതൊരു ഗ്രോയിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ബഡ്ഡിങ് സ്റ്റേജിലെന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മെഡിക്ലെയിം ഇൻഷുറൻസുകൾ എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഇൻ അനദർ ഒരു 5 years ഇത് ഇന്ത്യയിലാണെങ്കിലും ഒരു ടോപ്പ് കരിയർ സെഗ്മെൻ്റ് ആയിട്ട് വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. സോ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആവറേജ് സാലറീസ് വരുന്നത് 6 to 10 lakh per annum ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലോബലി US, UK പോലുള്ള കൺട്രീസ് എടുക്കുകയാണെങ്കിൽ $1 lakh ഓർ £1 lakh മേളിലാണ് ആവറേജ് സാലറീസ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് റോൾസിൽ ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഈസ് MBA. ഈ MBA എന്ന് ജനറലി നമ്മൾ പറയുമ്പോൾ HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ഫിനാൻസ് തുടങ്ങിയവയാണ് അതിൽ വരുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി ബ്രാഞ്ചസ്, ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് MBAക്കകത്ത് വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും മേജർലി ഒരു കോർ മാനേജ്മെൻറ്റ് ബിസിനസ് റോൾസിൻ്റെ ഭാഗമായിട്ടാണ്
MBA എപ്പോഴും കണക്കാകുന്നത്. ഇന്ത്യയിലെ ടോപ്പ് ബി സ്കൂൾസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏകദേശം 25 to 35 lakh ആണ് ആവറേജ് സാലറീസ് ആയിട്ട് വരുന്നത്. അത് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ റേഞ്ച് കൂടുന്നുമുണ്ട്. ഇനി നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ബി സ്കൂൾസ്, പ്രത്യേകിച്ച് US UK പോലുള്ള കൺട്രീസിലെ ബെസ്റ്റ് ബി സ്കൂൾസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏകദേശം 1,20,000 പ്ലസ് യൂറോ ഓർ ഡോളേഴ്സിലാണ് സാലറി വരുന്നത്. ഇനിയിപ്പം ഓവർസീസ് കൺട്രീസിൽ ഒത്തിരി MBAs അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ബിസിനസ് അനലിറ്റിക്സ്, ഫിൻടെക്, അങ്ങനെ ഒത്തിരി പുതിയ ബ്രാഞ്ചുകളും അവൈലബിൾ ആണ്. സോ അതൊക്കെ തന്നെ നമ്മുടെ കരിയറിൻ്റെ വേറെ ചില തലങ്ങളിലാണെങ്കിലും എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ 6th in the list ഈസ് CS അഥവാ കമ്പനി സെക്രട്ടറി. കോർപ്പറേറ്റ് ഗവേണൻസും കോർപ്പറേറ്റ് ലോസും ഒക്കെ ഇത്രയധികം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കോംപ്ലയൻസസും ഒക്കെ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡിൽ കമ്പനി സെക്രട്ടറീസിൻ്റെ റോൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇനിഷ്യൽ ലെവലിൽ തന്നെ ഏകദേശം ഒരു 6 to 10 lakh ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ്. ഇനി ഒരു അപ്പർ ലെവലിൽ ഒരു 25 lakh വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനി സെക്രട്ടറീസിന് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. 7th in the list ഈസ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻറ്റ്, CWA ഓർ ICWA. ഇന്ത്യയിൽ ഏകദേശം ഒരു 7 to 12 lakh വരെ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളൊരു മേഖലയാണ്. ഫിനാൻസ്, ഫാർമ, മാനുഫാക്ചറിങ്, അതുപോലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലയിലും ഇതിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. കോസ്റ്റ് ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്രൈസിങ്ങും ഒക്കെ വളരെ റിലവൻ്റ് ആവുന്ന ഒരു വേൾഡിൽ ഇതൊരു കൺസൾട്ടിങ് ലെവലിൽ പോലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു റോളാണ്. 8th in the list ഈസ് മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്. ഗ്ലോബലി ഇത്രയധികം സാലറി പ്രൊവൈഡ് ചെയ്യുന്ന എന്നാൽ നല്ല നമ്പർ ഓഫ് ആൾക്കാരെ റിക്രൂട്ടും ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് കൊമേഴ്സ് ഫീൽഡിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഉണ്ടോ എന്ന് ഡൗട്ട്ഫുള്ളാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 20 lakhോളം ആവറേജ് സാലറി ഈ ഒരു സെഗ്മെൻറ്റിൽ പോസിബിളാണ്. ഇനി BCG, Bain, McKinsey പോലുള്ള ബിഗ് 3യിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എബവ് 25 lakh per annum ആനുവൽ സാലറീസ് ഏൺ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു ഫീൽഡാണ് മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്. ഇനി ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $1,50,000 ഓർ £1,50,000 മേളിൽ വരെ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ് മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്. നല്ല സ്ട്രോങ് MBA, അതായത് നല്ല വേൾഡ് ക്ലാസ് MBA ഫ്രം എ വേൾഡ് ക്ലാസ് ബി സ്കൂൾ വിത്ത് നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലും കൂടെ ഉണ്ടോ, അങ്ങനെയെങ്കിൽ ഈ ഫീൽഡ് നിങ്ങൾക്ക് യോജിച്ചതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും AI ബേസ്ഡ് കൺസൾട്ടിങ്ങും കൂടെ വരുന്ന കൊണ്ട് തന്നെ ഈ കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് റേഞ്ചിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ കാലം വരെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ HR കൺസൾട്ടിങ്, ഫിനാൻഷ്യൽ കൺസൾട്ടിങ്, അങ്ങനെയുള്ള ചില കൺസൾട്ടിങ്ങിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ മേജർ ആൻഡ് അക്വിസിഷൻ, അങ്ങനെയുള്ള ചില കോർ കൺസൾട്ടിങ്ങിൽ മാത്രമാണ് ഒതുങ്ങി നിന്നിരുന്നത്. ഇനിയിപ്പോൾ ഈ ടെക് ലെവലിലുള്ള സെഗ്മെൻറ്റും AIയുടെ കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ചില ക്രിയേറ്റിവിറ്റി ഉള്ളതും ഒരു വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്നവരുടെയും ഒത്തിരി റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു അപ്പർ സാലറി ലിമിറ്റ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബട്ട് മേക്ക് ഷുവർ നല്ല റൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ റൈറ്റ് പ്രോഗ്രാം എടുത്ത് കപ്പിൾഡ് വിത്ത് നല്ല കരിയർ ഓറിയൻറ്റഡ് സ്കിൽസും കൂടെ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നല്ലൊരു കരിയറിൽ എത്താൻ പറ്റുകയുള്ളൂ. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ടെക് പ്ലസ് കൊമേഴ്സ് കരിയേഴ്സാണ്. നമുക്കറിയാം, നേരത്തെ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് മാത്രമായിരുന്നു, എൻജിനീയറിങ് ആ ഒരു സെഗ്മെൻറ്റിൽ മാത്രമായിരുന്നു ടെക് ഇൻവോൾവ് ചെയ്തിരുന്നത്. ഇപ്പോൾ ടെക് ഇൻവോൾവ് ചെയ്യാത്ത മേഖലകളില്ല. അതായത് മെഡിക്കൽ ഫീൽഡിൽ പോലും ടെക് ഇൻവോൾവ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഫീൽഡ് ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. സോ അതിൽ ഏതൊക്കെ റോൾസാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഡേറ്റ ഓർ ബിസിനസ് അനലിസ്റ്റ്. ഇന്ത്യയിൽ ഒരു ബിസിനസ് അനലിസ്റ്റിന് ആവറേജ് നല്ലൊരു സാലറി റേഞ്ച് വരുന്നത് 6 to 10 lakh ആണ്. ഇനി ഓവർസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $70,000 to $1,20,000 വരെയാണ് ആനുവൽ സാലറീസ് ആയിട്ട് വരുന്നത്. കൊമേഴ്സ് പ്ലസ് അനലിറ്റിക്സ്, അതായത് കൊമേഴ്സിലുള്ള ഒരു ബേസിക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും പ്ലസ് MS Excel, പവർ BI, പൈത്തൺ തുടങ്ങിയ ടെക്നിക്കൽ സബ്ജക്ട്സിൽ അത്യാവശ്യം ഒരു ഫണ്ടമെൻ്റൽ നോളജും കൂടെ ഉണ്ടെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സൂപ്പറായിരിക്കും. ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് ഈ ഒരു സെഗ്മെൻറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 4-5 വീഡിയോസ് ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കാരണം ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് അല്ലെ ഡേറ്റ അനലിസ്റ്റ് ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ
പ്രസൻ്റ്ലി തന്നെ നല്ല സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് 5 to 10 ഇയേഴ്സിൽ ബൂമിങ് സെഗ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഇത്രയും വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. സോ പ്ലീസ് മേക്ക് ഷുവർ ടു വാച്ച് ദാറ്റ് ഓൾസോ. ഈ വീഡിയോ ഇച്ചിരി ലെങ്തി കണ്ടന്റ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ വെച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും പാർട്ട് 2 കാണുക. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്ക് ഇതിൽ ഏത് കരിയർ ഓപ്ഷനാണ് ഇഷ്ടമായത്? പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ മിക്കവാറും കരിയർ ഓപ്ഷൻസിനെ കുറിച്ചും കൺട്രീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് ഓൾസോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ. സീ യു ഇൻ അനദർ വീഡിയോ.